ഹലോ, ഹായ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സാധാരണ ചിക്കൻ കറി മൂന്നാല് തരത്തിൽ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വെക്കുന്നത് എല്ലാം പച്ചക്ക് ചേർത്തിട്ട് ആണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഈ പൊടിയെല്ലാം ചൂടാക്കിയിലേക്കിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി എടുക്കും. തക്കാളി, സവോള, പച്ചമുളക്, ഇതിനെല്ലാം കറിവേപ്പില, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചൂടാക്കി എടുത്തിട്ട് വരട്ടെ. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള, തക്കാളി, പച്ചമുളക്, ഉപ്പ് ആദ്യം ഓൾറെഡി ചേർത്തിട്ട് ഞാൻ കുറച്ച് സമയം ഉപ്പ് ചേർത്ത് ഇറക്കി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പിടുന്നത് നിങ്ങളെ കാണിക്കാതിരുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലപ്പൊടി ചൂടാക്കി വെച്ചതാട്ടോ. ഒരിക്കൽ ചൂടാക്കിയിട്ട് കൊണ്ടുവന്നത്. കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം അവിടെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. 5-6 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഞാനിതാ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത് കറി കേട്ടോ. ഇവിടെ ഗ്യാസ് തീർന്നിട്ടാണല്ലേ, പിന്നെ കറണ്ട് അടുപ്പാണ്. അപ്പോൾ ഞാൻ വെച്ച് അടുപ്പത്ത് വെക്കാം, വിറക് കത്തിച്ച് അടുപ്പിൽ വെക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു കുറച്ച് സമയം തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഉള്ളിയുടെയും ചിക്കൻ്റെയും എല്ലാം വെള്ളം ഇറങ്ങുമ്പോൾ ആവശ്യത്തിനൊരു വെള്ളം വരുന്ന കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് ഒന്ന് വരുമ്പോൾ എല്ലാത്തിനും മസാലയെല്ലാം ഇറങ്ങി കളറൊക്കെ നല്ല ഇപ്പം ആവശ്യത്തിന് കളറും നല്ല പാകത്തിന് വേവൊക്കെ നല്ല ആയിട്ടുണ്ട്. നന്നായി കളറും നല്ല എരിവൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. കുരുമുളകൊക്കെ നന്നായിട്ട് ഞാൻ ചേർത്തായിരുന്നു. അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കും. വറുത്ത് ചേർത്ത് കൊടുക്കണം. കൊത്ത് വറുത്തിടാൻ വെളിച്ചെണ്ണ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ടിട്ട് കൊടുക്കുന്നു. അത് നല്ല ടേസ്റ്റ് ആട്ടോ. ചിക്കൻ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കൊത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. റായിട്ടുണ്ട്. അടച്ച് വെക്കാം. ഹലോ, അപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂട്ടി നോക്കണം. ഇവിടെ എൻ്റെ കൊച്ചുമോള് റെഡിയായി ഇരിക്കുന്നുണ്ട് കഴിക്കാൻ. ഇനി അവൾക്ക് കൊടുത്തിട്ട് വരാം.